മച്ചന്മാരെ ഇത് നമ്മുടെ കുഞ്ഞൻ മുടി വെട്ടിയത് ഇതാ കാണിച്ചു തരാം. ഇതാണ് കുഞ്ഞൻ്റെ വിഷു ആയിട്ടുള്ള മുടി വെട്ടൽ. അപ്പോൾ കുഞ്ഞന് നമ്മളൊരു പുതിയത് ഇന്നലെ രാത്രി വന്നിട്ടുള്ള ഒരു പഗ്ഗാണ് കേട്ടോ. അപ്പോൾ അവനെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പോൾ കുഞ്ഞെന്തുവരെ പഗ്ഗിനെ കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. വാ നടക്ക്, ഫ്രണ്ടിൽ നടക്ക്. ആ കൂട്ടിക്ക് നടക്ക്. കൂട്ടിലൊരാളുണ്ട്, പുതിയതായിട്ടുള്ള അതിഥിയാണ് നമ്മുടെ വീട്ടിലെ. വാ ആരാ കുഞ്ഞത്? ഏയ് പെണ്ണ. എന്താ വിശേഷം ചോദിച്ചു നോക്ക്. ആ കുഞ്ഞന്റെ അടുത്ത സീനാണല്ലോ കുഞ്ഞാ. പോയോക്ക്. ആ മുരളുണ്ട് കേട്ടോ. കുഞ്ഞൻ വന്നത് ഇഷ്ടായിട്ടില്ല. വിളിക്ക് കുഞ്ഞാ. കണ്ട കുഞ്ഞാ. ഞാനായിട്ട് ഇണങ്ങിട്ടാ കുഞ്ഞിനെ കണ്ടിട്ടാ. പുറത്തേക്ക് ഇറക്കണ കുഞ്ഞാ. ഏയ് തുറക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളതിനെ സെറ്റ് ആക്കിയിട്ട് കുഞ്ഞൻ കൂടെ നടക്കണ വീഡിയോ എടുക്കാം കേട്ടോ. നമുക്ക് വിളിക്കവളെ. നീ മാറി വെക്ക്, ഞാൻ വിളിക്കാം. വരും നീ അവിടെ മാറി വെക്ക്. പോ പാടി ബാ. പപ്പീനെ എടുക്കണത് ചേട്ടനെ വേണ്ടിയിട്ടാ പപ്പി. ചേട്ടാ ആ ആള്. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് സ്ഥിരമായി വീഡിയോ കാണുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ്റെ പേരെന്താ? ശ്രീജു എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആളാണ് നമുക്ക് ഇന്നലെ വിഷു ദിവസം പപ്പീനെ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് കാര്യങ്ങൾ അയച്ചു. അപ്പോൾ ആള് ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഓടിക്കണ അപ്പോൾ ആളുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനെയാണ്. ഇന്നിപ്പോൾ ആൾക്ക് സമയമില്ലാത്ത കാരണം ഒരു ചേട്ടനെയാണ് കേട്ടോ വിട്ടാക്കിയിരിക്കുന്നത് പപ്പീനെ എടുക്കാൻ. അപ്പോൾ വരൂ. ആളെങ്ങടെ പോയപ്പോന്ന്? ശ്രീജു. അതെല്ലേ. ഇതാണ് കേട്ടോ 2 പപ്പി. ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടാ. ഫുഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വരൂ. ഫുഡ് കാര്യങ്ങൾ കൊടുത്തു. ഇതിപ്പോൾ എവിടെ വെക്കുക? ബോക്സിന് ആളെ വിളിക്കാം. ഞാൻ വിളിക്കാം അത് കഴിഞ്ഞിട്ടേ. അപ്പോൾ മച്ചന്മാരെ നമ്മളിതാ ഓണത്തിൻ്റെ പപ്പീനെ കൊടുക്കുക കേട്ടോ മച്ചന്മാരെ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു മെയിൽ പപ്പിയാണ്. അപ്പോൾ അതാ കൊടുക്കുകയാണ്. കൊട്ടയും തുറക്കട്ടെ. അവർക്ക് കൊട്ട വേണമെന്ന് പറഞ്ഞു. കൊട്ട സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 2 സൈഡും കൂടെ ആക്ക്. അടച്ചോളൂ. ഫ്രണ്ടിൽ വെക്കാൻ പറ്റണ ഫ്രണ്ടിൽ വെച്ചോളൂ കേട്ടോ. സ്ഥലം എവിടെയെന്ന് പറഞ്ഞ ചേട്ടാ? മുള്ളൂർക്കര. വളവ് മുള്ളൂർക്കര അല്ലേ. ഓക്കെ. ഫ്രണ്ടിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഫ്രണ്ടിൽ വെച്ചോളൂ. അവിടെ പോയിട്ട് ഫുഡും വെള്ളമൊക്കെ കൊടുക്കണം കേട്ടോ. നീ നേരെ എങ്ങനെയായിട്ട് പോവുക? ഇളനാട് ടൗണിലെത്തും. അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയാൽ നേരെ ചേലക്കര കേട്ടോ. എന്താ? എൻ്റെ പേര് സുജിത്ത്. ആൾക്കറിയാം. ഓക്കെ. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ഒരു പൊമേറിയൻ പപ്പി വൈറ്റ് ഉണ്ടായിരുന്നില്ലേ? അതിപ്പോൾ ഒന്ന് ടീം മുള്ളൂർക്കര, തൃശ്ശൂർ ജില്ലയിൽ ഓട്ടുപാറ വടക്കാഞ്ചേരി സൈഡിലുള്ള മുള്ളൂർക്കര എന്നൊരു ചേട്ടൻ ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ആൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ അതിൻ്റെ തുണയായിട്ടുള്ള ഒരു ഗോൾഡ് കളറ്, ഏകദേശം ബ്രൗൺ കളർ കേട്ടോ. ബ്രൗൺ കളറായിട്ടുള്ളൊരു ഫീമെയിൽ പോമ്.
അപ്പോൾ ഇതും നമ്മുടെ ചാനലിലൂടെ ആർക്കെങ്കിലും വേണമെന്നുള്ളവർക്ക് വിളിച്ചോളൂ. ഇതും ഞാൻ നമ്മുടെ വിഷുവിൻ്റെ ഓഫർ ഇട്ടിട്ട് പപ്പീനെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മച്ചന്മാരെ ഒരു പപ്പീനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പപ്പിക്ക് ഏകദേശം ഒരു 32 ദിവസം പ്രായം, 30 ദിവസം പ്രായം, 35 ദിവസം പ്രായം. അപ്പോൾ ഇതിനി നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നോക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാൽ വിരമരുന്ന് കൊടുക്കുക. മനസ്സിലായില്ലേ? 5 ദിവസം കഴിഞ്ഞാൽ വിരമരുന്ന് കൊടുത്തിട്ട് 55ാമത്തെ ദിവസം കൊണ്ടുപോയിട്ട് പാർവയുടെ വാക്സിൻ, അതായത് ഇവർക്ക് അസുഖമൊന്നും വരാതിരിക്കാനുള്ള വാക്സിൻ എടുക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബൂസ്റ്റ് വാക്സിനും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൂസ്റ്റ് വാക്സിനും കൂടി എടുത്താൽ ചേട്ടാ തിരിച്ചു പോകണ്ടല്ലോ. എന്താണാവോ എന്താ വഴി പോകണില്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ബൂസ്റ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പപ്പിക്ക് 3 മാസം പ്രായമാകുമ്പോൾ പേവിഷബാധയുടെ വാക്സിൻ എടുക്കുക. പേവിഷബാധയുടെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൂസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് പ്രൈവറ്റിലാണ് എടുക്കണമെങ്കിൽ അവരൊരു സ്ലിപ്പ് തരും. അപ്പോൾ പറഞ്ഞാൽ മതി ലൈസൻസിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ സ്ലിപ്പ് കൊണ്ടുപോയിട്ട് പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ട് കാണിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊരു ഡോഗിനെ, പട്ടീനെ വളർത്തുന്നുണ്ട്, അതിനുള്ള ലൈസൻസ് വേണമെന്ന് പറയുക. അവർ നമുക്ക് പോസ്റ്റ് വഴി നിങ്ങൾ ആരുടെ പേരിലാണോ പട്ടീനെ വളർത്തുന്നത് അവരുടെ പേരിൽ നമുക്ക് എന്ത് വരും, അതിനുള്ള ലൈസൻസ് വരും കേട്ടോ. പിന്നെ നമുക്ക് പപ്പീനെയൊക്കെ നമ്മൾ പപ്പി സ്റ്റേജിലൊക്കെ ആകുമ്പോഴേ, നമ്മൾ പപ്പി സ്റ്റേജിലാകുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഫുഡ്, അതായത് നമുക്ക് ഇപ്പം നമ്മളിതിന് ഈ പപ്പിക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഡ്രൂൾസിൻ്റെ പപ്പി ഫുഡാണ്. ഈ ഡ്രൂൾസിൻ്റെ പപ്പി ഫുഡ് നമുക്ക് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റുള്ളത് ബിസ്ക്കറ്റ് അലിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളവും അതിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ സെർലാക്ക് എന്തെങ്കിലും മിക്സ് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് പാല് ഒരുപാട് ഒഴിക്കരുത് കേട്ടോ, കുറച്ച് പാല് മണത്തിന് വേണ്ടിയിട്ട് അതിൽ ഒഴിച്ചിട്ട് അത് വെച്ച് കൊടുത്താൽ കഴിച്ചോളും. അത് ഏകദേശം നമുക്ക് ഈ സ്റ്റേജിലുള്ള പപ്പീസൊക്കെ 30-35 ദിവസമുള്ള പപ്പീസൊക്കെ നമുക്ക് ഒരു 3 നേരം ഫുഡ് കൊടുക്കാം. പിന്നെ നമ്മളൊരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങാം കേട്ടോ. പിന്നെ വീട്ടിലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവർക്കൊക്കെ വരുമ്പോൾ എന്ത് ഫുഡ് കാണിച്ചാലും കൊടുത്താൽ കഴിച്ചോളൂ. ഇപ്പോൾ ചോറ് തൈരൊക്കെ കൊടുത്താൽ കഴിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഇവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വന്നാലും നല്ല കുരയ്ക്കും. പൊമേറിയൻ പപ്പീസ് കുരയ്ക്കാതെ ഒരിക്കലും ഇരിക്കില്ല. ലാബിൻ്റെ പപ്പീനെ പോലെയല്ല, പൊമേറിയൻ പപ്പീസ് എന്ന് പറഞ്ഞാൽ നല്ല കുരയ്ക്കും, നല്ല കുരയ്ക്കും, ചിലപ്പോൾ നല്ല കടിയും കടിക്കും ആര് പുറത്തുനിന്ന് വന്നാലും. അപ്പോൾ അത്രയും നല്ലൊരു വാച്ചിങ് ഡോഗാണ് പൊമേറിയൻ. അപ്പോൾ നിങ്ങൾക്ക് വിഷുവൊക്കെ ആയിട്ട് നമുക്കിതാ ഇന്നത്തെയും കൂടിയുള്ള ഓഫർ, വിഷുവൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പപ്പീനെ വേണമെന്ന് പറഞ്ഞാൽ ഈ പൊമേറിയൻ പപ്പീസിനെ നമ്മൾ ഡെലിവറി ചെയ്ത് തരും. നമ്മുടെ വീട്ടിൽ വന്ന് എടുക്കണമെങ്കിൽ വീട്ടിൽ വന്ന് എടുക്കാം കേട്ടോ. അതിനൊക്കെ ഇതുണ്ട്, വീട്ടിൽ വന്ന് എടുക്കണമെങ്കിൽ വീട്ടിൽ വന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു പപ്പി ഇപ്പോൾ കയറിപ്പോയിരുന്ന തൃശ്ശൂർ ജില്ല, എൻ്റെ ജില്ലയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മച്ചാൻ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ഇനിയും നല്ല നല്ല പപ്പീസായിട്ട് നമ്മൾ എല്ലാ ദിവസവും വരുന്ന പോലെ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ എങ്ങനെയാണ് പപ്പീസിനെ വളർത്തേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി വിഷു. വാ